ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിക്കണം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്നത് 250 ml കപ്പാണ്. അപ്പോൾ അതിനകത്ത് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഓരോരുത്തരുടെ കപ്പിനും വ്യത്യാസം വരും, അതിനനുസരിച്ച് ബാക്കിയുള്ള ഐറ്റംസ് എടുത്താൽ മതി. ഞാനിവിടെ 2 മുട്ടയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതൽ മുട്ട ഇടാം. ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് 2 മുട്ടയെ ആഡ് ചെയ്യുന്നുള്ളൂ. 2 മുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് ഇടാം. പിന്നെ നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ്. ഞാനിത് ഓൾറെഡി പുഴുകി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ജസ്റ്റ് കുക്കറിലൊരു 2-3 വിസിലടിപ്പിച്ചിട്ട് വെച്ചിരുന്ന, എന്നിട്ട് ഞാനൊന്ന് മാഷ് ചെയ്ത് വെച്ചിരുന്നതാണ് പൊട്ടറ്റോ. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ദാണ്ട അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. തിക്കായിട്ടാണ് ബാറ്റർ കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് അതൊന്നും കൂടെ ലൂസാക്കി കൊടുക്കണം. എനിക്കിപ്പോൾ അത്രയും തിക്കായിട്ടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചതച്ചതും നമുക്കൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ അതിലേക്ക് നമുക്കൊരു 7 ടീസ്പൂൺ മൈദയും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൈദയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ വരുത്താം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഇല്ലെങ്കിലും മല്ലിയില ഇട്ടാലും മതി. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ബാറ്റർ കിട്ടും. നമുക്കിനി ഉണ്ടാക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ മാവിന് വരണം. ഇനി നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ ദോശമാവ് നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടൈപ്പിൽ തന്നെ റൗണ്ടിൽ പരത്തി നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മളുടെ രാവിലെ നമുക്ക് നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല കിഴങ്ങാണ് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഞാനിടുന്ന പുതിയ വീഡിയോസ് കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റും. കണ്ടോ, ഈ അപ്പം അത് ഒക്കെ തന്നെ അറിയാം, ഭയങ്കര സോഫ്റ്റാണ്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ചില്ലി സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അല്ലാണ്ട് കറികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം. ചെറിയൊരു എരിവും ഒക്കെ ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.